Good afternoon to all. Good afternoon, ma'am. Hi, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Yeah. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കാണാം? How are you all? Have you had your lunch? മാം റിസൾട്ട് എപ്പോ വരും? ഉടനെ ചോദിക്കുന്ന ചോദ്യം നോക്കാം. റിസൾട്ട് ഒക്കെ വരും, വരുന്ന സമയം വരും കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ ജോയ്. എല്ലാവരും ജോയിൻ ആവുന്നേ ഉള്ളൂ. കറക്റ്റ് ടൈമിൽ വരാം. ഓക്കെ, എല്ലാവരും 1:30 എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോ ലഞ്ച് കഴിച്ചോ? എന്ത് പറ്റി? എക്സാം കഴിഞ്ഞതോടുകൂടി ഒരു എന്താണ് പോയോ? സൈലന്റ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ. സംസാരിക്കില്ലേ ആരും? മിണ്ടുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കാലോ എന്നൊക്കെ വിചാരിച്ചു വന്നാ. എന്തൊക്കെ ചെയ്യാം? എന്തോ മാം ഫുഡ് കഴിച്ചോന്ന്? ലഞ്ച് കഴിച്ചു. ക്ലാസ്സിൽ കയറി. ഓക്കെ, പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എക്സാമിൽ? ഉണ്ടായിരുന്നു വാസ് യുവർ എക്സാം? ഗുഡ്. മാം. നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. എക്സാം പൊളിയായിരുന്നു മാം. അടിപൊളി. അടിപൊളി. കുഴപ്പമില്ലാന്നൊക്കെ പറയുന്നുണ്ട്, അടിപൊളി എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. വയ്യ. ഓക്കെ, അപ്പോ നമ്മുടെ റിവിഷൻ എങ്ങനെ? റിവിഷൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? മാം പറഞ്ഞ വാക്ക് വലിച്ചു. മാം ആ പറഞ്ഞത് മാത്രം വന്ന് ചോദിച്ചായിരുന്നുള്ളൂ. എന്തോ മാം റിവിഷനാ പറഞ്ഞ പോയിന്റുകളല്ലേ, മാം അത് കറക്റ്റ് വാക്ക് വലിച്ചെന്ന് അത് മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ മാമിന്റെ. ഓക്കെ, അപ്പൊ എന്റെ പോർഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഡൗട്ട് ഒന്നും ഉണ്ടായിരുന്നല്ലോ, ക്ലിയർ ആയിരുന്നു? ഇല്ല, ക്ലിയർ ആയിരുന്നു, എളുപ്പമായിരുന്നു. ബാക്കി ആരും മിണ്ടാത്തേ? എന്ത് വെച്ചത്? ഭയങ്കര സൈലന്റ് ആണല്ലോ. സംസാരിക്കൂ. മിസ്സേ, ഞങ്ങള് മിണ്ടാൻ തുടങ്ങി പിന്നെ മിണ്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ പോർഷൻ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടൂല. അതിന് പേടിക്കണ്ട, ഞാൻ എന്റെ പോർഷൻ ഞാൻ തീർന്നു. നമ്മൾ സംസാരിച്ചാൽ എനിക്ക് അതിൽ വിഷയമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കൂ. നമ്മൾ എക്സാം കഴിഞ്ഞു വന്നതാണ്, സോ ഫസ്റ്റ് ക്ലാസ് ആണ്. കുറച്ചൊക്കെ സംസാരിച്ച് റിലാക്സ് ആയിട്ട് പഠിച്ചാൽ മതിന്നേ. മിസ്സേ, എക്സാമിന്റെ മുന്നേ വന്നിട്ട് നല്ല ടെൻഷനായിരുന്നു. ഒരു പ്രഷർ കുക്കറിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് ഒക്കെ ആയിരുന്നു. പക്ഷെ എക്സാം കഴിഞ്ഞപ്പോ ഫുൾ കൂളായി. ഇപ്പൊ ഒരു കുഴപ്പമില്ല. വിചാരിച്ചത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. വെറുതെ ടെൻഷൻ അടിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന്? ചുമ്മാ എത്ര ടെൻഷനായിരുന്നു. എങ്ങനെ മനസ്സിലായോ എക്സാം എങ്ങനെയാണ്? ഏകദേശം ഐഡിയ കിട്ടിയിപ്പോ? മിസ്സേ, അരച്ച് കലക്കി കുടിച്ചു എന്ന് തന്നെ പറയാ. പക്ഷെ ആ കുടിച്ചപ്പോ ഇടയിലിടയില് ഒരു കിളി പോയതുകൊണ്ടേ അപ്പൊ ഒരു 3-4 ഇങ്ങനെ തെറ്റുണ്ട്. അതും അറിയണതായിരുന്നു തെറ്റിച്ചത്. അത് മാം അറിയണതാണ് തെറ്റിച്ചത്. തെറ്റിപ്പോയി ഉറപ്പുള്ളത് അറിയാവുന്ന. പിന്നെ എടുത്തു നോക്കിയപ്പോ അശോ ഇത് അറിയായിരുന്നു എന്ന് മനസ്സിലായി. അത് റിലാക്സ് ചെയ്താണ് എക്സാം അറ്റൻഡ് ചെയ്തിരുന്നെങ്കിലോ കിട്ടിയായിരുന്നു. റിലാക്സ് ഇന്റൻഷൻ റിലാക്സ് ആയിട്ടൊക്കെ എഴുതിയ ബട്ട് എന്തോ അറിയാവുന്നത് തെറ്റിച്ചോന്ന് മനസ്സിലായി. അത് നമുക്ക് സബ്മിറ്റ് ചെയ്യണമല്ലോ. ചിലപ്പോ നമ്മള് ആ ഒരു മൊമെന്റ് കുറച്ചെങ്കിലും ആ ഒരു മൊമെന്റിൽ സംഭവിച്ചതാണ്. കാരണം പിന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ പക്ഷോ അത് മനസ്സിലായി, അത് അറിയായിരുന്നു. ആ ടൈമിൽ എന്തോ സംഭവിച്ചതാണ്. കുഴപ്പമില്ല.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ആ ക്ലാസ്സിൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ 3 മാസം കൊണ്ട് പഠിച്ചു, അതിന്റെ അനുസരിച്ചാണ് വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ പറയും ആണോ? ഒരിക്കലല്ല. ആ ഒരു മൊമെന്റിലാണ്, ആ മൊമെന്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എങ്കിലും മനസ്സിലാക്കും കേട്ടോ. നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് പാനിക്കായി ഇതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഒരു മൊമെന്റ് ആണ് ഇമ്പോർട്ടന്റ്. ആ മൊമെന്റിൽ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുക. എത്ര റിലാക്സ്ഡ് ആണെങ്കിലും ചിലപ്പോൾ തെറ്റ് പറ്റാം, അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒന്നിനെ കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫേസ് ചെയ്യാം, എന്ത് വന്നാലും നേരിടാം. ഓക്കെ, അത് നമ്മൾ പ്ലാൻ ചെയ്ത് പോയിട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ മൊമെന്റ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് മതി. അല്ല നമ്മൾ വലിയ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് പോകുമെങ്കിലും അത് തന്നെ നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ വരുമ്പോ ചാപ്റ്റർ എടുക്കാം, ഇങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ വന്നാല് ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഈ സംസാരിക്കുന്ന പോലും ഞാൻ പ്ലാൻ ചെയ്ത് വന്നൊരു കാര്യമില്ല. മനസ്സിലായോ? അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചിന്തിക്കുക. എല്ലാരും നമുക്ക് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒരു പവർ നമുക്കുണ്ട്. ഓക്കെ, കാരണം നമുക്ക് കോൺഫിഡൻസ് ആണ്, നമുക്കറിയാം എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിയാം. അത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ അത് ഫേസ് ചെയ്യും, അത് ഷുവറാണ്. ഓക്കെ, സോ ഞാൻ പറയാറുണ്ട്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പഠിക്കാൻ, വിശ്വസിക്കുക, അതാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? എന്റെ കാര്യം മാത്രം പറയൂ. എന്റെ സബ്ജക്റ്റ് ആണെങ്കിലും അതെങ്ങനെയാണ് ആ എക്സാം എങ്ങനെയായിരുന്നു? പോർഷൻസ് ആയിക്കോട്ടെ, എല്ലാവരുടെ ഒപ്പീനിയൻ പറഞ്ഞോ കേട്ടോ. ഇതിങ്ങനെ ചുമ്മാ എളുപ്പമായിരുന്നു. പിന്നെ കൂടുതലും മോക്ക് ടെസ്റ്റിൽ നിന്നാ വന്നതെന്ന് തോന്നുന്നു. വിചാരിച്ച അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എഴുതി തുടങ്ങിയപ്പോ ഒരു കൂൾ ഫീൽ തോന്നി, ഒരു സമാധാനം തോന്നി. ഇത്ര ഉള്ളൂ എന്നൊരു മൈൻഡായി. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ശരിക്കും നല്ല ആശ്വാസം. നമ്മളെല്ലാം ഗോ ത്രൂ ആയിട്ടുള്ള ഐറ്റംസ് ആണ്, എല്ലാം നമ്മുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. മാമിന്റെ എല്ലാം എളുപ്പമായിരുന്നു, എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. മോക്ക് ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവുമെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും റിപ്പീറ്റ് ചെയ്ത് വന്നതെന്ന് തോന്നി ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴേ. നന്ദിനി ഒന്നും പറയാനില്ലേ? നന്ദിനി, ഹരിത എന്തെങ്കിലും ഉണ്ടാക്കിക്കണേ? ഇല്ല, ക്ലാസ്സിലില്ല. എക്സാം കുഴപ്പമില്ലായിരുന്നു മാം, എളുപ്പമായിരുന്നു. മാമിന്റെ ക്വസ്റ്റ്യൻസ് മാംസിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി, എല്ലാം എളുപ്പമായിരുന്നു. ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന രീതികൾ മനസ്സിലായല്ലോ. നമ്മള് പഠിക്കുന്നതിന് ബേസ് ചെയ്തിട്ട് ആയിരിക്കും പറയാം. അതായത് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും, ആൻസർ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ ട്രിക്ക് എല്ലാം നിങ്ങൾ നോക്കിയായിരുന്നോ? ഓപ്ഷൻസിൽ നോക്കിയായിരുന്നോ? ഡയറക്റ്റ്ലി ഐ തിങ്ക് സോ. അങ്ങനെ ഉണ്ടാവാം മേ ബി. ഞാൻ എന്താണ് ക്ലാസ്സിൽ പറഞ്ഞതെന്നും എന്നിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നപ്പോ മനസ്സിലായോ? മനസ്സിലായ ഓപ്ഷൻസ് മാക്സിമം നോക്കാതെ എനിക്ക് അറിയാവുന്നതാണ്. ഈ കാണുമ്പോ തന്നെ അങ്ങ് പോയിന്റ് ചെയ്യാൻ എളുപ്പം. ഫുൾ വായിക്കാതെ ചെയ്യുന്നതാണ് എളുപ്പം. മാം പറഞ്ഞ പോലെ ബാക്കി 3 ഓപ്ഷൻസ് പൊട്ട തെറ്റായിരുന്നു, യാതൊരു ബന്ധമില്ലാത്ത പോലെ ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, സിമ്പിൾ ആയിരുന്നു. ഞങ്ങളൊരു റിവിഷനൊക്കെ നടത്തിയായിരുന്നല്ലോ. ഞങ്ങൾ ഡെയിലി കോള് വിളിച്ചിട്ട്, അത് മാമിന്റെ കാരണം കൊണ്ടാണ്. ഞങ്ങൾ ഈ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണമൊക്കെ മാമാണ്. അപ്പൊ അതിനുള്ള ക്രെഡിറ്റ് നടത്തുന്നുണ്ട്. ഇനി അടുത്ത മിസ് വരുമ്പോൾ ഇത് പറയണം, ഒന്ന് പറയണോട്ടോ. ആരെങ്കിലും ഒക്കെ എന്നോട് പറയണേ. ഞങ്ങൾ അങ്ങനെ ചെയ്യോ മിസ്സേ? ഓ, നിങ്ങൾ ചെയ്യും. ഞാൻ വേറെ ആരും വിശ്വസിച്ചാൽ നിങ്ങൾ ഇല്ല, ഞങ്ങൾക്ക് റിവിഷൻ നടത്തിയതുകൊണ്ടേ. ഞങ്ങളും ഒരു റിവിഷൻ നടത്തിയായിരുന്നല്ലോ ഡെയിലി രാത്രിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ കോഡ് ഭാഷയൊക്കെ ഞങ്ങൾ വെച്ച് പഠിച്ചുകൊണ്ട് പെട്ടെന്ന് കിട്ടി. വലിയ ടഫൊന്നും ഉണ്ടായിരുന്നില്ല. കൊള്ളാം. അങ്ങനെ തന്നെ മുന്നോട്ട് പോവാ, പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. കൂടുതൽ എന്താണ് കുറച്ചുകൂടെ നമുക്ക് ടഫായിട്ട് തോന്നിയിരുന്നു പഠിക്കുമ്പോൾ. ഈസി ആയിട്ട് പഠിക്കുക. പഠിച്ചത് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ വേണം പഠിക്കാൻ. ഓക്കെ,
അപ്പൊ അത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ അല്ലേ? റിസൾട്ട് എന്നാ വരിക മിസ്സേ? റിസൾട്ട് എന്താ പറയുന്നത് എനിക്കറിയില്ല. റിസൾട്ട് വൈകാതെ വരും കേട്ടോ. ഡേറ്റ് അറിയില്ലേ? കാരണം ഞങ്ങള് ഓഫീസ് നമുക്ക് സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഓഫീസ് അല്ല, ഒരുപാട് ഓഫീസ് ഉണ്ട്. ടീച്ചേഴ്സ് വേറെ ഓഫീസിലാണ്, ടെക്നിക്കൽ അല്ലെങ്കിൽ PR ഓക്കെ അവരൊക്കെ വേറെ ഓഫീസിലാണ്, അല്ലാതെ വേറെയും കുറച്ച് സ്റ്റാഫ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഐ തിങ്ക് ഒരു 4-5 ഓഫീസ് എന്തോ അവർക്കുണ്ട്. ഓക്കെ, അപ്പോ റിസൾട്ടും കാര്യങ്ങളൊക്കെ വേറെ ഓഫീസിലാണ്, ഞങ്ങളുടെ ഓഫീസിലല്ല. അപ്പൊ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, വരും. അപ്പൊ അത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇനി ഒന്നും പറയാനില്ലല്ലോ, ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല. റിലാക്സ്ഡ് ആണ്, കൂൾ ആയിട്ടിരിക്കാണ്, ഹാപ്പി ആയിട്ടിരിക്കാണ് എല്ലാവരും അല്ലെ? ഓക്കെ, എന്നാലും എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് പഴയ പോലെ ഒരു ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഒന്നുമില്ല മിസ്സിന് തോന്നണേയിരിക്കും. ആ അത് നമ്മൾ എപ്പോഴും സംസാരിക്കുകയല്ലേ, അപ്പൊ പെട്ടെന്ന് സംസാരിക്കാതെ അതും തോന്നൽ തോന്നല്. കുഴപ്പമില്ല. അത് എക്സാം കഴിഞ്ഞപ്പോ എല്ലാവരുടെ ഡൗട്ട് തീർന്നാണ് മിസ്, അതുകൊണ്ടാ. ആ അങ്ങനെയുണ്ടോ? ഓക്കെ, അപ്പോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. അപ്പൊ മോഡ്യൂൾ 1 and 2 കംപ്ലീറ്റ് ആയി. ഇനി 3 and 4 ആണ്. അല്ല, മോഡ്യൂൾ 3 ചാപ്റ്റർ 8 ആണ് എടുക്കുന്നത് കേട്ടോ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, 3-4 ദിവസം ഞങ്ങളോട് സംസാരിക്കാതിരുന്നോണ്ട് തോന്നുന്നു. ആ ശരിയാ, അതും ഉണ്ട് കേട്ടോ. ശരിയാണല്ലോ. ഓ, നിങ്ങൾ സ്റ്റഡി ലീവ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു വന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു തോന്നലൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പഠിക്കുകയൊക്കെ ആയിട്ട് ബിസി ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കുഴപ്പമില്ല. ഞങ്ങൾ ഭയങ്കര ബിസിയും ബിസി അല്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയതോ. ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇതിന്റെ തിരക്കൊന്നുമില്ലല്ലോ അല്ലെ? പുതിയത് പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി ഈ 2 മൊഡ്യൂൾ തീർന്നവർ ഒരു തിരക്കുമില്ല. അതെ. മിസ് ഒരാകാംക്ഷ കൊണ്ട് ചോദിച്ചു നോക്കുകയാണ്. വീഡിയോ കണ്ടായിരുന്നേ കോൺവൊക്കേഷൻ പ്രോഗ്രാമിന്റെ, എല്ലാവർക്കും ട്രോഫി കിട്ടും മിസ്സേ? എന്താ? ഞാനിക്കൊരു ട്രോഫി എന്തായാലും കൊടുക്കണോട്ടെ, എന്തെങ്കിലും പേരില്ല. ഇന്നലെ മുതൽ തുടങ്ങിയേക്കണേ പാവം. അല്ല വീഡിയോ കണ്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി, അത്രേ ഉള്ളൂ. ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞേ? കേട്ടില്ല. ട്രോഫി ഇല്ലേ, ട്രോഫി അത് എല്ലാവർക്കും കൊടുക്കും. കൊടുക്കും, ഭാഷക്കാർക്ക് കൊടുക്കും. അതെന്താ ആവശ്യക്കാർക്ക് പറഞ്ഞ? എന്തോ? എല്ലാവർക്കും കൊടുക്കൂലേ? ആ, എല്ലാവർക്കും കൊടുക്കും. ഓക്കെ, സന്തോഷം. അത് അവര് പറയൂ കേട്ടോ. ഓക്കെ, നിങ്ങളോട് വിളിക്കിരിക്കാം, സംസാരിക്കാം. എനിക്ക് അറിയില്ല, എല്ലാം കൊടുക്കും. അങ്ങനെ വേണമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നോക്കണം കേട്ടോ. കോൺവെക്കേഷൻ വരുമ്പോഴേക്കോ കൂടി വന്നാൽ ഇത് 4 മാസം ഉണ്ടാവുകയുള്ളൂ. അത് കഴിയുമ്പോ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, HA ബാച്ചിന്റെ കോൺവെക്കേഷനിൽ പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നുമില്ല. ശ്രദ്ധിച്ചോ അത് നിങ്ങള്? എന്നൊന്ന് മാറ്റണ്ടേ? റെഡിയാണോ നിങ്ങളത്? ചുമ്മാ ഇപ്പൊ നിങ്ങളത് പറഞ്ഞിട്ട് ഇനി അവസാനം ഈ മിസ് ഞങ്ങൾക്ക് സമയമില്ല, മിസ് ഞങ്ങൾ പഠിച്ചില്ല, മിസ് എന്ന് പറയുന്നത് പറ്റുമോ? ഇല്ല മിസ്, ഞങ്ങള് ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു. ആണോ? പറഞ്ഞിട്ട് ഞങ്ങളുടെ എന്തായാലും ഉണ്ടാവും പ്രോഗ്രാംസ്. നമുക്ക് ആദ്യം വിളിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഹിസ്റ്ററി ആണ് കേട്ടോ. കാരണം ഇവിടെ കോൺവെക്കേഷനില് HAയുടെ കോൺവെക്കേഷനിൽ ഒരു പ്രോഗ്രാംസ് ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെയാണെങ്കിൽ ഹിസ്റ്ററി ആയിരിക്കും. HA 23 അത് കൊണ്ടുപോകും, ഫസ്റ്റ് അവർ ബാച്ച് HAയില്. ഓക്കെ, അതിന് ക്രെഡിറ്റ് ഫുൾ എനിക്ക് എടുക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. സൂപ്പർ ആയിക്കോളൂ. അപ്പൊ പ്ലാൻ ചെയ്യൂ, ഡാൻസോ എന്തെങ്കിലും. ഓക്കെ, പറയണം കേട്ടോ, ഒന്ന് അറിയിക്കണം. കൊച്ചുവാണെങ്കിൽ എന്നോടാണെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യണം. സെറ്റ് ചെയ്യും, ഡീൽ ചെയ്യാം. ഓക്കെ,
ഇനി മാറ്റി പറയരുതേ. അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കും, ഒരുപാട് പ്രതീക്ഷിക്കും ഞാൻ. നേരത്തെ മിസ്സേ എങ്ങനെയായിരുന്നു മിസ്സേ എന്ന് പറഞ്ഞ കുറെ എക്സ്ക്യൂസ് ഒന്നും പറയാൻ പാടില്ല. ഓക്കെ ആണല്ലോ? വെരി ഗുഡ്. രണ്ടുപേരും മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി ക്ലാസ്സിലേക്ക് പോവാം, അധികം സംസാരിക്കുന്നില്ല. അപ്പോ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ഇപ്പൊ ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അത് പ്രത്യേകിച്ച് ഹോസ്പിറ്റലാകുമ്പോൾ സേഫ്റ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും അല്ലെ. സെക്യൂരിറ്റി ആയിക്കോട്ടെ സേഫ്റ്റി ആയിക്കോട്ടെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാകും. ഉണ്ടാകാം എന്നല്ല, ഉണ്ടാകും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം കേട്ടോ. സേഫ്റ്റി എന്താണ്? ഡിഫൈൻ സേഫ്റ്റി. Safety means to be free from injury, risk or harm. അറിയാലോ സേഫ്റ്റി എന്ന് പറയുന്നത് എന്താ? പ്രത്യേകിച്ച് റിസ്കോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ ഒന്നും ഇല്ലാതിരിക്കാൻ നമ്മള് പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് അല്ലെ. അതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് എനി ഹോസ്പിറ്റൽ ഹാസ് എ two-fold responsibility concerning safety. ഇപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റില് രണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ്, രണ്ട് തരം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതേതാണ്? The first one, to make the workplace and surroundings safe by creating safe conditions. Okay, അതായത് ഹോസ്പിറ്റലിന്റെ വർക്ക് പ്ലേസും സറൗണ്ടിങ്സും കുറച്ചുകൂടി സേഫ് ആയിരിക്കണം. അങ്ങനെ ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഒരു ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ്. And then to establish, communicate to all concerned and enforce safety rules. അതായത് ഈ പറയുന്ന സേഫ്റ്റി റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ദെൻ അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണല്ലോ. സോ ആശയവിനിമയം നടത്തി ചെയ്യേണ്ടതാണ്. ഇതാണ് എന്ത്? രണ്ട് സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഹോസ്പിറ്റൽസിന് ഇപ്പോ എല്ലാ ഹോസ്പിറ്റൽസിനും മാനേജ്മെന്റിന് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് എന്ത് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്? അതിൽ ഒരെണ്ണം ആ എൻവയോൺമെന്റ് അല്ലെ. പറയുന്ന ഓർഗനൈസേഷൻ ആ പറയുന്ന ഹോസ്പിറ്റൽ സേഫ് ആയിരിക്കണം. അതിന്റെ എൻവയോൺമെന്റ് അല്ലെ, സറൗണ്ടിങ്സ് ആയിക്കോട്ടെ വർക്ക് പ്ലേസ് ആയിക്കോട്ടെ കുറച്ചുകൂടെ സേഫ് ആയിരിക്കണം. ഒരു ക്രിയേറ്റ് ചെയ്യാൻ ഒരു സേഫ്നെസ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അത് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് ദെൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, പറയുന്ന സേഫ്റ്റി റൂൾസ് എല്ലാവരെയും അറിയിക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ആശയവിനിമയം നടത്താം അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് എന്താണ്? രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആൻഡ് ദെൻ സേഫ്റ്റി അവയർനെസ്, ഒരു അവബോധം കൊടുക്കണമല്ലോ അല്ലെ. സേഫ്റ്റി അവയർനെസ്, നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസസറി. അതായത് ജോലി സംബന്ധമായുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഒരു റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെ, വർക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്കുകളെ കുറിച്ചുള്ള നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം, നോളജ് മീൻസ് ഒരു അറിവ് ഉണ്ടായിരിക്കണം, നെസസറി ആയിരിക്കണം, അത്യാവശ്യമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും, അതിപ്പോ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജോലി എന്താണ്, അതിന്റെ റിസ്കുകൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോ എനിക്ക് ചുരുക്കാണെങ്കിൽ ഞാൻ ഒരു ടീച്ചറാണ്. സോ ടീച്ചർ ആ പ്രൊഫഷണൽ ബേസിൽ വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും. അത് ഏത് ഫോമിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മൾ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം റിസ്കിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കുറച്ചെങ്കിലും അതിനെ കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. Then lab, nursing floors, laundry and kitchen demand special instructions and broad safety rules. ഈ പറയുന്ന ലാബിലും നഴ്സിംഗ് ഫ്ലോർസ് അല്ലെങ്കിൽ റൂം, ലോണ്ടറി, കിച്ചൺ, ഇത്രയും ഒരു സ്പേസിൽ അല്ലെ എന്താണ് കുറച്ച് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ സേഫ്റ്റി റൂൾസും അവിടെ ആവശ്യമാണ്, അവിടെ ഡിമാൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതായത് അവിടെ പറയുന്ന സേഫ്റ്റി വേണം. അതായത് എല്ലായിടത്തും അങ്ങനെയാണ്. മാം 3 മോഡലല്ലേ എടുക്കുന്നത്? മാം 3 അല്ലേ എടുക്കുന്നത്? മോഡൽ 3 ചാപ്റ്റർ 8. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഈ ഇടക്കാണ് എന്റെ റെക്കോർഡ് ക്ലാസ് കണ്ടത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ്. ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഫസ്റ്റ്
ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഓക്കെ ആണോ? കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിങ്ങളുടെ ബാച്ചിലെ ക്ലാസ്സുകൾ ഒന്നിടത്ത് കണ്ടത്. ഓക്കെ, അതിലെ എല്ലാ ടീച്ചേഴ്സും വായിക്കുന്ന പോലെയല്ല ഞാൻ വായിക്കുന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, സോ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. പക്ഷെ അത് എങ്ങനെ എനിക്കത് മാറ്റാൻ പറ്റാൻ ഞാൻ കുറവാണ്. പക്ഷെ മാം കറക്റ്റ് ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണ് മാമിന്റെ, അത് മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് മാമാണ് ബെറ്റർ ആയിട്ട് പ്രൊനൗൺസിയേഷൻ മാമിന്റെ ആണ് ബെറ്റർ പ്രൊനൗൺസ് ചെയ്യുന്നത് മാം. കാരണം ഞാൻ കുറച്ച് വ്യത്യാസമുണ്ട് പറയുമ്പോ അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം കേൾക്കുമ്പോ ഞാനിത് പറയുമ്പോ എനിക്ക് ക്ലിയർ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ക്ലാരിറ്റി ഉണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊരു സംശയം. അത് ഞാൻ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ. കാരണം അവർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, കാരണം നിങ്ങൾ അത്രയും നാള് അവരുടെ ക്ലാസ് കേട്ട് അല്ലെങ്കിൽ മറ്റു ടീച്ചേഴ്സിന്റെ ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും വരുമ്പോ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഇങ്ങനെയാണ് പറയേണ്ടത്. അത് നിങ്ങള് കുറെയൊക്കെ മനസ്സിലാക്കി എടുക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ലിസണിംഗ് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച മറന്നു. അതിപ്പോ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഓർമ്മ. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ പറയുന്ന ലാബ്, നഴ്സിംഗ് ഫ്ലോർസ്, ലോണ്ടറി ആൻഡ് കിച്ചൺ എല്ലായിടത്തും ഈ പറയുന്ന ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ അവയർനെസ്സും ഈ പറയുന്ന സേഫ്റ്റി റൂൾസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. And then employees should develop a safe attitude and a safe behavior. The positive factors. Just wait. Okay, continue കേട്ടോ. Employees should develop a safe attitude and safe behavior. The causative factors for most accidents are more human than environment. അതായത് ഇപ്പൊ പറയുന്ന എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസ് എന്തായാലും അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇപ്പോ അത് ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ബിഹേവിയർ ആയിക്കോട്ടെ, അത് ഡെവലപ്പ് ചെയ്യാം. എങ്ങനെയാണ് കുറച്ചൊരു സേഫ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ക്യൂസിറ്റീവ് ഫാക്ടേഴ്സ്. ക്യൂസിറ്റീവ് മീൻസ് കാരണക്കാരിയായ മീനിങ് കണ്ടുവരാ. അതായത് കാരണം, ഇപ്പൊ എന്താ സെൻസസ് വൈസ് പറയുകയാണെങ്കിൽ ക്യൂസിറ്റീവ് ഫാക്ടേഴ്സ് ഫോർ മോർ ആക്സിഡന്റ്സ് ആർ മോർ ഹ്യൂമൻ ദാൻ എൻവയോൺമെന്റ്. ഇപ്പോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ്, എന്തെങ്കിലും ഒരു അപകടം നടക്കുകയാണെങ്കിൽ അതിന്റെ കാരണക്കാരിയായ ഫാക്ടേഴ്സ് അത് കൂടുതലും എഫക്ട് ചെയ്യുന്നത് എൻവിയോൺമെന്റിനേക്കാൾ കൂടുതൽ ഹ്യൂമൻസിനെ ആയിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ ആ സേഫ്റ്റി, ഈ പറയുന്ന എല്ലാ സേഫ്റ്റി അവയർനെസ്സും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഹോസ്പിറ്റലിലെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഒരു അവയർനെസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്. നമ്മള് അതെ ഇപ്പോലോ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, സ്റ്റാഫ് ആണെങ്കിൽ നമ്മൾ വർക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്കുകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഒരു അവയർനെസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ലാബ്, നഴ്സിംഗ് ഫ്ലോർസ്, ലോണ്ടറി, കിച്ചൺ, ഇവിടെ എല്ലാവരുടെ ഇൻസ്ട്രക്ഷനും പറയുന്ന സേഫ്റ്റി റൂൾസും പാലിക്കപ്പെടണം.
അത് ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയീസിലേക്ക് വരാണെങ്കിൽ എംപ്ലോയീസ് അവരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണം, കുറച്ച് സേഫ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, അത് ഒരു സേഫ്റ്റി റൂൾസ് തന്നെയാണ് കേട്ടോ. അവരുടെ ബിഹേവിയർ ആയിക്കോട്ടെ, അവരുടെ പെരുമാറ്റം ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അവിടെ സ്റ്റാഫിന്റെ ആവട്ടെ, എംപ്ലോയീസിന്റെ ആവട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, മറ്റ് പേഷ്യൻസിനോടൊക്കെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നാൽ അത് ഹോസ്പിറ്റൽസിന് എഗെയിൻസ്റ്റ് ആണ് അല്ലെ. അതും അവർക്ക് നല്ല രീതിയിൽ എന്താണ് ഒരു നല്ലൊരു കാര്യമല്ല. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എംപ്ലോയീസിന്റെ ബിഹേവിയർ ആയിക്കോട്ടെ, ഒരു ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ഈ പറയുന്ന സേഫ്റ്റി റൂൾസിൽ പെടുന്നതാണ് കേട്ടോ. അപ്പൊ അത് അങ്ങനെ ഒരു ബിഹേവിയറിൽ വരുന്ന ഒരു ഫാക്ടേഴ്സ്, പോസിറ്റീവ് ഫാക്ടേഴ്സ്, അത് കൂടുതലും എഫക്ട് ചെയ്യുന്നത് ഈ എൻവയോൺമെന്റിനേക്കാൾ ആരെയാണ്? ഹ്യൂമനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും എടുത്ത പോർഷൻസ് എല്ലാം ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, സേഫ്റ്റി ആണ് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, വളരെ ചെറിയ ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാം, മനസ്സിലാക്കി പഠിക്കുക, റിലേറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ അവിടെ വർക്ക് ചെയ്യാണ്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ എന്താണ്, പൊസിഷന്റെ റിസ്ക് എല്ലാ കാര്യം നിങ്ങൾ അറിയണം അല്ലെ. അതും വേണം. പിന്നെന്താണ്, അവിടെ കുറച്ച് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളുണ്ടാകും, അവിടെ അവർക്കും ഈ പറയുന്ന സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ അവിടെ ഒരു ഓർഗനൈസേഷൻ ഒരു ഫോമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആകുമ്പോൾ ആ എംപ്ലോയി അവര് പറയുന്ന പോലെ തന്നെ ബിഹേവിയർ ചെയ്യണം, അല്ലെങ്കിൽ ബിഹേവ് ചെയ്യണം. അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ നമുക്ക് തോന്നിയ പോലെ ഇപ്പൊ ഞാൻ ടീച്ചറാണ്, അത് എന്റെ ഒരു പ്രൊഫഷൻ ആണ്. അത് മാത്രമല്ല ഞാൻ സ്മാർട്ട്രിയുടെ എംപ്ലോയി കൂടിയാണ്. ഓക്കെ, സോ എന്റെ ബിഹേവിയർ അനുസരിച്ചിരിക്കും നിങ്ങൾ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ചിലപ്പോ എന്നിട്ട് ക്ലാസ് വളരെ മോശമാകാം. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയായിരിക്കും? സ്മാർട്ട്രിയാണ് അല്ലെ, അല്ലാതെ എൻവയോൺമെന്റിനെ ആയിരിക്കും? ഒരിക്കലല്ല, ഹ്യൂമനെയാണ് അത് ബാധിക്കും, കൂടുതൽ എഫക്ട് ചെയ്യുക. അതായത് ഞാൻ കാരണം ഉണ്ടാക്കുന്ന ആസ് എ എംപ്ലോയിയുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും കാരണം ഉണ്ടാകുന്ന നെഗറ്റീവായ കുറച്ച് കാര്യങ്ങൾ ബാധിക്കുന്നത് എൻവയോൺമെന്റിനെ ആണോ, നമുക്ക് ചുറ്റുള്ളവരെയാണോ? ഒരിക്കലും അല്ല അല്ലെ, ഇതൊരു ഹ്യൂമനെ ആയിരിക്കും. ക്ലിയർ? ഇതാണ് ഇപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. Then hospital safety rules. A general safety rules. Personal, അതായത് സ്റ്റാഫിന്റെ ജനറൽ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ് എന്ന് നോക്കട്ടോ. അതാണ് hospital safety rules. The first point. Right way to do a job in the hospital is the safe way. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അത് ശരിയായ രീതിയിൽ നമ്മൾ ജോലി ചെയ്യുക, അതാണ് സേഫ്, ശരിയായ ഒരു വഴി. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഞാൻ എന്റെ കാര്യം നോക്കി നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, അതാണ് എനിക്ക് നല്ലത്, അതാണ് എനിക്ക് സേഫ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു എംപ്ലോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ സ്റ്റക്ക് ആകുന്നുണ്ടോ? ആണോ? അങ്ങനെ പറയണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? No. Okay. Haridaj, secure connection. Okay, secure range. Yeah, let's continue. Yeah, right way to do a job at the hospital is the safe way. അതായത് ശരിയായ രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ജോലി നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യുക, അതാണ് നമുക്ക് നല്ലത്, നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റും. ആ നേരായ വഴി എന്ന് പറയുന്നത്. Then know your job absolutely. നമ്മൾ എന്ത് പൊസിഷനാണോ, നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള ഒരു അത്യാവശ്യം നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. Okay. And whenever there is doubt, do not indulge in guesswork as the supervisor. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് വെച്ചിട്ട് കാര്യം ചെയ്യാതിരിക്കുക, ഗസ് വർക്ക് നടത്താതിരിക്കുക. ഓക്കെ, അത് ഗസ് വർക്ക് ചെയ്തെങ്കിൽ അത് എത്രത്തോളം ആപ്ലിക്കബിൾ ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഗസ്റ്റ് ആണ്, നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് അല്ലെ. അപ്പോ അങ്ങനെ ഗസ് വർക്ക് ഒരിക്കലും ചെയ്യാതിരിക്കുക. നമുക്ക് ആരോട് ചോദിക്കാം? നമുക്ക് ഒരു സൂപ്പർവൈസർ ഉണ്ടാവുമല്ലോ, സൂപ്പർവൈസറോട് ചോദിക്കാം. ഓക്കെ, അത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമെന്നല്ല കേട്ടോ, സാമാന്യം കുറച്ച് ബോധം അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു പേഴ്സൺ അല്ലെ, നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യന് ഇപ്പൊ ഒരു കാര്യം അറിയില്ലെങ്കിൽ അത് ചോദിച്ച് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ നോക്കുക.
അതിപ്പോ എത്ര ക്വാളിഫൈഡ് ആണ്, ഹൈ ക്വാളിഫൈഡ് ആണ് എന്നൊക്കെ ചിന്തിച്ചാൽ ആ ഒരു ഈഗോ അതിനു വേണ്ടി മാറ്റി വയ്ക്കും. ഒരു കാര്യം അറിയില്ലെങ്കിൽ ഓക്കെ എനിക്ക് അത് അറിയില്ല പറഞ്ഞു തരും എന്ന് ചോദിക്കണം. അതിൽ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് തന്നെയാണ് പ്രൊഫഷണലിലേക്ക് വരാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം ചെയ്യാം. ഒരിക്കലും ചെയ്യാൻ പാടില്ല. Then never handle or operate machinery, tools, equipment without authorization. ഇപ്പോ ഈ പറയുന്ന ഓതറൈസേഷൻ അത് പ്രവർത്തിക്കാനോ ഒന്നും അറിയാത്ത ഒരു സാഹചര്യം, നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോയിട്ട് പറയുന്ന മെഷീനറി ടൂൾസ് അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മെഷീൻ ആയിക്കോട്ടെ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ ഒന്നും തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും പോകരുത്. ഓക്കെ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഇതായിരുന്നില്ലെങ്കിൽ നമ്മൾ നിൽക്കാൻ പാടില്ല. അതൊരു സേഫ്റ്റി റൂൾ കൂടിയാണ്. Then be vigilant and observe eagerly. നമ്മൾ ജാഗ്രത പാലിക്കുക ആൻഡ് ഒബ്സർവ് ചെയ്യുക. എന്താണ് ഒബ്സർവ് ചെയ്യുക? ഓക്കെ, എന്തൊരു കാര്യവും ഒബ്സർവേഷൻ നിരീക്ഷിക്കുക ആൻഡ് ജാഗ്രത പാലിക്കുക. Report instantly any fault equipment. നിങ്ങൾ എന്തെങ്കിലും ഫോൾട്ട്സ് നിങ്ങളുടെ കണ്ണിൽ പെടാണെങ്കിൽ അല്ലെങ്കിൽ ഫോൾട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ ഫോൾട്ട് എക്യുപ്മെന്റ്സ് അല്ലെ ചിലപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. അത് സ്പോട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി. Unsafe conditions or act defective or broken equipments. അത് തന്നെയാണ് ഫോൾട്ട് എക്യുപ്മെന്റ് അല്ലെങ്കിൽ അൺസേഫ് കണ്ടീഷനിലുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിഫക്റ്റീവ് ആയ വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ കംപ്ലൈന്റ് ഉള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാട്ടോ. കാരണം അത് പിന്നീട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എക്യുപ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്പോട്ട് ചെയ്യാൻ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ നോക്കാം. And next point, to be physically and emotionally fit for your work by maintaining good health and power times. അത് പ്രൊഫഷണൽ വൈസും അല്ലാതെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുക, ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുക. അത് നിങ്ങളുടെ വർക്കിനെ ബാധിക്കും. ഓക്കെ, അപ്പോ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്, പ്രോപ്പർ ഡയറ്റ് ഇമ്പോർട്ടന്റ് ആണ്. സോ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ആവുക. ഓക്കെ, നമ്മൾ ഫിസിക്കലി ഇപ്പോ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഫിസിക്കലി ഓക്കെ അല്ല, ഞാൻ മെന്റലി ഓക്കെ അല്ല, ഇമോഷണലി ഓക്കെ അല്ല എങ്കിൽ എനിക്ക് ഇത്രയും നന്നായിട്ട് പറയാൻ പറ്റില്ല, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല അല്ലെ, ഭയങ്കര മോശമായിട്ട് ഞാൻ ക്ലാസ് എടുക്കാം. സോ നമ്മുടെ ആരോഗ്യം ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള പ്രോപ്പർ ഡയറ്റ് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമാണ്. പ്രൊഫഷൻ വൈസ് ഓക്കെ, അല്ലാതെ ഫാമിലി വൈസ് ആണെങ്കിലും അത് ഓക്കെയാണ്. ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോ അത് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ആൻഡ് റിഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡ്രിങ്ക് ചെയ്യാൻ പാടില്ല. റിഫ്രെയിൻ മീൻസ് വിട്ടു നിൽക്കുക, വേണ്ടെന്ന് വെക്കുക, വിട്ടു നിൽക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ആൽക്കഹോൾ ഡ്രിങ്ക്സ് ചെയ്യുന്ന നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ വിട്ടു നിൽക്കുക. റിഫ്രെയിൻ, ഓക്കെ, വിട്ടു നിൽക്കുക എന്നൊരു മീനിങ് ആണ്. Then personal hygiene is important. Wash your hands frequently. പിന്നെ അറിയാലോ നമുക്ക് ഹൈജീൻ വേണം. ഓക്കെ, അതിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മസ്റ്റ് ആയിട്ട് നമ്മൾ ഹൈജീനിക് ആയിരിക്കണം. വാഷ് ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി, എപ്പോഴും നമ്മൾ കൈ വാഷ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് സാനിറ്റൈസ് ചെയ്യാം. സോ എപ്പോഴും ഹൈജീനിക് ആയിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മളൊരു സ്റ്റാഫ് അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോ ആ സ്റ്റാഫ് വൃത്തിയുള്ളവനായിരിക്കണം, ഹൈജീനിക് ആയിരിക്കണം. ഓക്കെ, വൃത്തി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എപ്പോഴും കൈകൾ വാഷ് ചെയ്യാം, അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, റിപ്പോർട്ട് ദി ഡോക്ടർ whenever you are ill with infection instantly and stay at home. നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു നമ്മുടെ അവിടെ സ്റ്റാഫിന് എന്തെങ്കിലും തരത്തിലോ അസുഖങ്ങളോ ഇൻഫെക്ഷൻസോ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതപ്പോൾ തന്നെ ഡോക്ടറെ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ അറ്റ് ഹോം, സേഫ് ആണ്. മറ്റുള്ളവർക്ക് അത് എന്താണ് പകരാനോ ഒന്നും ചാൻസ് ഇല്ല. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്ടറെ റിപ്പോർട്ട് ചെയ്യാം. അതർവൈസ് എന്താ ചെയ്യേണ്ടത്, സ്റ്റേ അറ്റ് ഹോം, ദാറ്റ്സ് സേഫ് തിങ്. ഓക്കെ, and the next one is cooperate with the hospital's infection control committee by observing procedures already established. അതായത് ഇപ്പോ cooperate with the hospital's infection control committee. ഈ പറയുന്ന ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുക. എന്തിനാണ്?
ഒബ്സർവ് ചെയ്യാനായിട്ട് അല്ലെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിനുവേണ്ടി നമ്മളൊന്ന് കോപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, then ഓക്കെ. അപ്പൊ ഇത്രയുള്ളൂ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യാം, അത് പാലിക്കുക. ഓക്കെ, then wear proper uniform and clothing for your job, neither too tight or too loose. Jewelry and high heels footwear may be dangerous. Explain ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട അല്ലെ. നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ധരിക്കുക. നമ്മുടെ ജോലിക്ക് അനുയോജ്യമായ രീതിയിലുള്ള യൂണിഫോം ധരിക്കുക. അത് കുറച്ച് ലൂസ് ആവാൻ പാടില്ല, അത് ഓൾറെഡി ഓവറായി ടൈറ്റ് ചെയ്യാനും പാടില്ല, ടൈറ്റ് ആകാനും പാടില്ല, കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, ജ്വല്ലറീസ് ആൻഡ് ഹൈ ഹീൽസ് ഫുട്വെയർ വേണം ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് മേ ബി ഇറ്റ്സ് ഗോയിങ് ടു ബി ഡേഞ്ചറസ്. ഓക്കെ, then walk not run, especially when you are taking delicate breakable articles or instruments. നമ്മൾ എന്തെങ്കിലും പൊട്ടാൻ ചാൻസ് ഉള്ള ഇൻസ്ട്രുമെന്റ്സോ എക്യുപ്മെന്റ്സോ നമ്മൾ കൊണ്ടുപോവാണെങ്കിൽ, ക്യാരി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഓടാൻ പാടില്ല, നടന്നു പോകും. ഓടാണെങ്കിൽ എന്താണ് കാര്യങ്ങൾ പൊട്ടിപ്പോകും അല്ലെ. Okay, then if you see foreign material, loose wire, oil spill, etc. on the floor, that may be the cause of an accident. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസോ ലോസ് വെയറോ ഓയിൽ സ്പില്ലോ ഒക്കെ ഫ്ലോറിൽ കാണുകയാണെങ്കിൽ അത് ആക്സിഡന്റ് ഉണ്ടാകാൻ, ഒരു അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അത് നമ്മൾ നോട്ട് ചെയ്യുക, ഇൻഫോം ചെയ്യുക, ക്ലിയർ ചെയ്യുക. And the practical jokes. Do not indulge in practical jokes involving fire, acid, water, compressed air, and other potential hazards of things. അതായത് നമുക്കറിയാമല്ലോ, നമ്മൾ എല്ലാവരും കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ തമാശകൾ നമ്മൾ കാണിക്കും. ഓക്കെ, അങ്ങനെ ഒരിക്കലും അവിടെ ചെയ്യാൻ പാടില്ല. അതും ഹോസ്പിറ്റലിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? ഒരു ഫയർ, ആസിഡ്, വാട്ടർ, കംപ്രസ്ഡ് എയർ എന്നീ ഈ പറയുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് ഡേഞ്ചർ ആകാം. നമുക്ക് എന്തെങ്കിലും രീതിയിൽ ചിലപ്പോൾ അബദ്ധം പറ്റിയിട്ടത് ചിലപ്പോ അവിടെ സ്പ്രെഡ് ആകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. And a warning boards. Pay attention to all warning boards. These signs warn you about dangerous hazards that may cause injury or harm. Warning boards follow ചെയ്യണം, നമ്മളത് പാലിക്കേണ്ടതാണ്. അതായത് ഓരോ സൈൻ ഉണ്ടാവുമല്ലോ, അല്ലെ, സൈൻ ബോർഡ്സ് ഒക്കെ ഇല്ലേ, ആ ബോർഡ്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അതർവൈസ് അങ്ങനെ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസോ ഹാർമോ നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി എന്താണ് അതിനെ കുറിച്ച് കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, പേ അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്സ്. നമ്മുടെ ശ്രദ്ധ ഈ പറയുന്ന വാർണിംഗ് ബോർഡ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, and the next one is hand rails. Always use hand rails or stairways or ramps. അതായത് നമ്മള് ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യുക. സ്റ്റെയർ കേസിൽ പിടിച്ചു കയറാനുള്ള സംഭവം ഉണ്ടല്ലോ, അതിനാണ് ഈ പറയുന്ന ഹാൻഡ് റെയിൽ എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുക. എന്തെങ്കിലും കാരണവശാലും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് റെയിൽ പിടിക്കാൻ പറയുന്നത്. ഇപ്പൊ സ്റ്റാഫ് ആയിക്കോട്ടെ, പേഷ്യൻസ് ആയിക്കോട്ടെ, ആരും ആകാം, കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, then overhead objects. When you try to take overhead objects, always use a good ladder. Do not climb on chairs or boxes. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങള് നമ്മളത് എന്താണ് ഓവർഹെഡ് ചെയ്യാം, മീൻസ് നമ്മളത് എന്തെങ്കിലും സാധനങ്ങൾ തലയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ക്യാരി ചെയ്തോ മുകളിലേക്കോ അങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ, അല്ലെങ്കിൽ മുകളിൽ നമ്മൾ വെക്കാൻ പോകുമല്ലോ. നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ മുകളിൽ കബോർഡ്സ് ഒക്കെ ഉണ്ടാവുന്നത്. സോ അവിടെ എന്തെങ്കിലും കബോർഡ്സിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒന്നില്ലെങ്കിൽ സ്റ്റൂളിൽ മുകളിൽ കയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്രോൾ മുകളിലോ അങ്ങനെ കയറി നിൽക്കും. അങ്ങനെയാണ് പൊതുവെ ചെയ്യുക. സോ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നാണ് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് ലാഡർ യൂസ് ചെയ്തിട്ട് കയറാൻ വെക്കുക. ഓക്കെ, അതുകൊണ്ട് ladder യൂസ് ചെയ്യണം. Do not climb on chair or boxes എങ്ങനെയോ ചെയ്യാനും മുകളിൽ നിൽക്കാൻ പാടില്ല. അതർവൈസ് നമ്മൾ എന്താ ചെയ്യണ്ടേ, യൂസ് എ ഗുഡ് ladder. ഓക്കെ, അപ്പോ സ്റ്റാഫ്സ് പാലിക്കേണ്ട സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോർഷൻ ഒന്ന് എല്ലാവരും ടെക്സ്റ്റ് ഉണ്ടല്ലോ ഗൈഡ്, ഒന്ന് നന്നായിട്ട് വായിച്ചോ കേട്ടോ. വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം.
ഓക്കെ. മാം ടെസ്റ്റ് എന്റെ ഇല്ല. കാരണം ഞാൻ എന്റെ വീട്ടിലാണ്. ഞാൻ ഒരു ദിവസം ഉത്സവം വന്നപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ഇത് PDF ഒക്കെ അയക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ല. ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്യാണ്. സൂം ഔട്ട് ചെയ്ത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഓക്കെ. അടുക്കള ഇത് ചോറുണ്ടോ? ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലോ. നെക്സ്റ്റിലേക്ക് പോവാണേ. ഇത്രയും നേരം നമ്മൾ നോക്കിയത് സ്റ്റാഫ്സിന്റെ പേഴ്സണൽസിന്റെ ജനറൽ സേഫ്റ്റി റൂൾസ് ആണ്. ഇനി സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, പേഷ്യന്റ് കെയറിന്റെ പേഷ്യൻസിന്റെ സേഫ്റ്റി കെയർ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. പ്രിവെന്റ് falling from bed, feeble, disoriented and patients who are under sedation frequently try to get on or off the bed unaided. ആ പേഷ്യന്റ് ഇനിയിപ്പോ സെഡേഷനിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മള് പേഷ്യൻസ് ഇപ്പോ ബെഡിലാണ് അല്ലെങ്കിൽ ഒരു സെഡേഷനിൽ കിടക്കുകയാണെങ്കിലും അല്ലാതെ ആണെങ്കിൽ പോലും പേഷ്യൻസ് കട്ടിൽ നിന്ന് വീഴാണ്ട് നോക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, വീഴാണ്ട് നോക്കണം. Okay, then try to make the patient understand that they require assistance. അതായത് പേഷ്യൻസിന് അസിസ്റ്റൻസ് വേണമെന്ന് അവരെ മനസ്സിലാക്കിക്കണം.
കാരണം അവർക്ക് അസിസ്റ്റന്റിന്റെ സഹായത്തോടെ ആയിരിക്കണം മേ ബി ഇനി അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരിക്കണം, മറക്കിയോറാണ് ആവശ്യമായിരിക്കണം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ. ആൻഡ് പേഷ്യൻസ് ബിലോങ്ങിംഗ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. പേഷ്യൻസിന്റെ വസ്തുക്കൾ പേഷ്യന്റെ വസ്തുക്കൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ തൊട്ടടുത്തായിരിക്കണം. ഷുഡ് കെപ്റ്റ് വിത്തിൻ റീച്ച്. എടുക്കാൻ പറ്റുന്ന രീതിയിൽ അടുത്തായിരിക്കണം. ഓക്കെ. ആൻഡ് ആസ് ദ പേഷ്യന്റ് യൂസ് നഴ്സസ് കോൾ ബെൽ ടു ഹാവ് എ ബെഡ് പാൻ ഓർ യൂറിൻ. അതായത് എന്തെങ്കിലും അവർക്ക് യൂറിൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ നഴ്സിനെ വിളിക്കണമെങ്കിൽ ബെല്ല് ചെയ്യാൻ പറയണം. ഓക്കെ. നഴ്സസ് കോൾ ബെൽ ടു ഹാവ് എ ബെഡ് പാൻ ഓർ യൂറിൻ. എന്തിന് എന്ത് ആവശ്യമാണെങ്കിൽ പോലും ആ നഴ്സിനെ വിളിക്കണം. ഓക്കെ. Then ഇവിടെ ആസ്ക് ദി പേഷ്യന്റ് ടു യൂസ്. ആസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ചോദിക്കുക എന്നൊരു മീനിങ്ങിലല്ല, പറയുക എന്നാണ് കേട്ടോ. ആസ്കിനോ ചോദിക്കുക എന്നൊരു മീനിങ് മാത്രമല്ല സംടൈംസ് സെന്റൻസിൽ വരാം, വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പൊ ഇവിടെ ആസ്കിന്റെ മീനിങ് വരുന്നത് പറയുക എന്നതാണ്. ആസ്ക് ദി പേഷ്യന്റ് ടു യൂസ്. പേഷ്യന്റിനോട് എന്ത് യൂസ് ചെയ്യാൻ പറയണം? ബെല്ല് യൂസ് ചെയ്യാൻ പറയണം. നഴ്സിനെ വിളിക്കുമ്പോൾ ബെല്ല് യൂസ് ചെയ്യാൻ പറയണം എന്നാ പറയുന്നത്. ഓക്കെ. Then bed rails. Use bed rails on the both side. കട്ടിലുമ്പോ നമ്മൾ ഒരു ബെഡിൽ കിടക്കുമ്പോ റെയിൽസ് ഉണ്ട്, പിടിക്കുന്ന ഒരു അല്ലെ കമ്പിയുണ്ട്. സോ അവിടെ പിടിക്കണം എന്നാ പറയുന്നത് സേഫ്റ്റിക്ക് വേണ്ടി. അത് യൂസ് ചെയ്യണം എന്നാ പറയുന്നത്. Then medications. Check and double check medications related instructions level patient identity. അതായത് മെഡിസിൻസിൽ ഡബിൾ ചെക്ക് ചെയ്യുക, കറക്റ്റ് മെഡിസിൻ ആണോ, അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻ ആണോ, കറക്റ്റ് ലേബിൾ ചെയ്ത മെഡിസിൻ ആണോ എന്നൊക്കെ നമ്മൾ റീചെക്ക് ചെയ്യുക, ഡബിൾ ചെക്ക് ചെയ്യുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. എല്ലാ ബോട്ടിൽസും കണ്ടെയ്നേഴ്സ് ലേബൽ ചെയ്യും. ഓക്കെ. അതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മെഡിസിനിൽ നമ്മൾ ലേബൽ ചെയ്യില്ല എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ. അതുപോലെ തന്നെയാണ് കേട്ടോ അവരുടെ ബോട്ടിൽസ് ആയിക്കോട്ടെ ഇതൊക്കെ ലേബൽ ചെയ്യാൻ നോക്കാം. കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. ഓക്കെ. അതായത് ഈ പറയുന്ന മെഡിസിൻ സപ്ലൈ ചെയ്യല്ലോ. ഓക്കെ. ഓക്കെ. അപ്പോ എന്താ ചെയ്യാ? കീപ് ദി മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. അതായത് പേഷ്യൻസിന്റെ അടുത്ത് മെഡിസിൻ ഉണ്ടാകും. സോ അനാവശ്യമായിട്ട് അവരെടുത്ത് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഷെൽഫ് ആയിക്കോട്ടെ മെഡിസിൻ എവിടെ വെച്ചിരിക്കുന്നത് വെച്ചാൽ അത് ലോക്ക് ചെയ്ത് വെക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. അവര് സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. അവർക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ എടുത്ത് കഴിക്കണം എന്നൊന്നും അവർക്കറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് വെക്കാം. മറ്റുള്ളവരുടെ അടുത്ത് കൊടുക്കുവോ അങ്ങനെയൊന്നുമല്ല, ചിലപ്പോൾ അങ്ങനെയും ആകാം. സോ അതുകൊണ്ട് മെഡിസിൻസ് എല്ലാം നമ്മള് മസ്റ്റാർഡും കീപ്പ് ചെയ്യാം. അത് kept in locked. Okay. And they keep warning signs against toxic substance. എന്തെങ്കിലും അപകടകരമായ എന്തെങ്കിലും മുന്നറിയിപ്പ് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ വിഷവസ്തുക്കൾ അല്ലെ, ടോക്സിക് സബ്സ്റ്റാൻസ് എന്ന് പറയുന്നത് വിഷവസ്തുക്കൾ എന്നാ പറയാം അല്ലെ. സോ അതിനെതിരെയുള്ള മുന്നറിയിപ്പ് അടയാളങ്ങൾ സൂക്ഷിക്കുക. അത് കുറച്ച് ടോക്സിക് ആണ് അല്ലെങ്കിൽ പോയിസൺ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനുള്ള സയൻസ് അല്ലെ പറയുന്ന വാർണിംഗ് സയൻസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് പേഷ്യൻസ് കെയർ എന്ന് പറയുന്നത്. പേഷ്യൻസ് കട്ടിലെന്ന് വീഴാണ് നോക്കുക. അതുപോലെ തന്നെ പേഷ്യന്റിന് ഒരു അസിസ്റ്റൻസ് വേണം, ഒരു അസിസ്റ്റന്റ് വേണം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ പേഷ്യൻസിന്റെ വസ്തുക്കൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന ദൂരത്തിൽ അത് വെക്കുക. ആൻഡ് പേഷ്യൻസിനോട് പറയാ എന്തെങ്കിലും സഹായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുന്നാല് നേഴ്സിനെ ബെല്ലടിച്ച് വേണം വിളിക്കാനായിട്ട് നമ്മളോട് പറയാം. ദെൻ ബെഡിൽ കിടക്കുമ്പോഴാണെങ്കിൽ എണീക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ബെഡിന്റെ സൈഡിലെ കമ്പി അല്ലെ ബെഡ് റെയിലിൽ പിടിച്ചിട്ട് എണീക്കാനും കിടക്കാനൊക്കെ പറയാം. ദെൻ മെഡിസിൻസ് അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യാം അവരുടെ മെഡിസിൻസ് ആണോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഇതിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നതൊക്കെ എന്നൊക്കെ എല്ലാവരും മെഡിസിൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും പാലിച്ചുകൊണ്ട് തന്നെ അവർക്ക് മെഡിസിൻസ് കൊടുക്കുക. അത് ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ കൊടുക്കുക. ദെൻ ലേബൽ ചെയ്യുക, അവരുടെ വസ്തുക്കളായിക്കോട്ടെ എല്ലാം ലേബൽ ചെയ്യുക. ദെൻ മെഡിസിൻസ് ലോക്ക് ചെയ്ത് വെക്കുക അല്ലെ, അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ലോക്ക് ചെയ്ത് വെക്കുക. ഷെൽഫ് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും മെഡിസിൻസ് കഴിക്കുന്ന എവിടെയാണെങ്കിലും അത് ലോക്ക് ചെയ്ത് വെക്കുക. മറ്റുള്ളവർക്ക് എടുത്ത് കൊടുക്കാനോ ഒന്നുമല്ല അല്ലെ, അങ്ങനെ കൊടുക്കാനും പാടില്ല. സോ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വാർണിംഗ് സൈൻസ്, എന്തെങ്കിലും പോയിസൻസോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ അതിന് വാർണിംഗ് സൈൻസ് ഉണ്ടായിരിക്കണം. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതാണ് പേഷ്യന്റിന്റെ കെയർ സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ?
മതി. ഇത്ര മതിയല്ലോ. ഒന്നിന് എടുക്കണോ? ഒരു 3 പേജേ ഉണ്ടാവും. എന്ത് ചെയ്യണം? എടുക്കണോ ഞാൻ? അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഫുൾ എടുക്കണോ? വേണ്ട മിസ്, ഇത് മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും കാലൊക്കെ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മതി. ഓക്കെ, കുറച്ച് പേരൊക്കെ മിസ്സിംഗ് ആണല്ലോ. തെൻസി ആണ്. കുറച്ച് പേരൊക്കെ കണ്ടില്ല ഞാൻ. ടെസ്റ്റി ആണ്. പേര് മാറിപ്പോട്ടോ മിക്കവാറും. എന്താണ് നന്ദിനൊക്കെ മെറ്റീരിയല്ലോ എന്ന്? ആരും മെറ്റീരിയല്ലോ? പിന്നെ ആരൊക്കെ? വിദ്യ ഇല്ല. കുറച്ച് പേരോട് സംസാരിക്കുന്നതിൽ ഞാൻ നോട്ട് ചെയ്തിരിക്കും. ഇങ്ങനെയാണ് കൊണ്ടുവന്നെ. എങ്ങനെ കൊണ്ടുവന്നെ എനിക്ക് കേൾക്കണ്ട, ചോദിക്കണം. നമ്മൾ ഇത്ര നേരം വർത്താനം പറഞ്ഞിരുന്നല്ല, പക്ഷെ എന്റെ പോർഷൻ തീർന്നില്ലേ? ഞാൻ സ്പീഡിൽ പോയോ? സ്പീഡിലാണോ പോയത്? നിനക്ക് മനസ്സിലായോ? ഇങ്ങനെ പോയാ മതി മിസ്സേ. വായിച്ചു തീരാവുന്നതേ ഉള്ളൂല, മനസ്സിലാവും. അത്രേ ഉള്ളൂ. നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. കുറിയൊക്കെ തൊട്ട് വന്നപ്പോ ഞാൻ ഓർത്ത് എന്താ വിശേഷമാണ്. സത്യം പറഞ്ഞ സ്റ്റാർട്ടിങ് ഞാൻ കണ്ടില്ല കേട്ടോ. ഇച്ചിരി ബഹളമായിട്ട് പോയി. മിസ്സിന്റെ സ്റ്റാർട്ടിങ് ഞാൻ കേട്ടില്ല. ഞാൻ വിളിച്ചു, നന്ദിന്റെ പേര് വിളിച്ചു കേട്ടോ. എന്തേലും വിശേഷം ഉണ്ടോ? ഒരു വിശേഷവും ഇല്ല. ഞങ്ങളുടെ ഓഫീസിനടുത്ത് അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഉത്സവം മീൻസ് അവിടെ ഇന്നലെ കോടി കയറി. അപ്പൊ ഇന്ന് രാവിലെ ഉത്സവം ഉണ്ടായിരുന്നു. അതാണ് അതായിരുന്നു എന്തോ ഇന്നത്തെ പോസ്റ്റ് അതായിരുന്നു. ഇന്നത്തെ പോസ്റ്റ് അതായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലിക്കായിട്ട് തോന്നി. അടിപൊളിയായിരുന്നു. എല്ലാം ഒരു ഓർമ്മകളാണല്ലോ. ഞാനത് എല്ലാം കൂടി ആയപ്പോ വല്ല ബർത്ത്ഡേയോ അല്ലെങ്കിൽ ആനിവേഴ്സറിയോ എന്തോ ഒരു വിശേഷം ഉണ്ടോന്നോ. ഒരു വിശേഷവും ഇല്ല, അതാണ് വിശേഷം. ഓക്കെ, അപ്പൊ ചന്ദനൊക്കെ തൊട്ടപ്പോ കുറച്ച് ഐശ്വര്യം വന്ന പോലെ അല്ലെ? പ്ലസിന്റെ മുഖം അപ്പൊ ഇതുവരെ അങ്ങനെയല്ല. പക്ഷെ ചന്ദനം അതല്ല ഉദ്ദേശിച്ചത്. അത് തൊടുമ്പോ കുറച്ചും കൂടി പോസിറ്റീവ് ആണ്. അല്ല, ലിപ്സ്റ്റിക് കൂടിയോ? ദൈവം എന്തൊക്കെയാ നോക്കുന്നത്? ലിപ്സ്റ്റിക് കൂടിയോ? അത് ക്യാമറ കുഴപ്പമായിരിക്കുമല്ലോ. ഇന്നൊരു സ്പെഷ്യൽ ഭംഗിയുണ്ട്. അതാ കുറി തൊട്ടപ്പോ ഒരു ഭംഗി കൂടി. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ക്ലാസ് കഴിയാൻ കാത്തിരുന്നതൊക്കെ പറയാനായിട്ട്. പക്ഷെ ആദ്യമേ പറയണ്ടേ? അപ്പൊ കുറച്ചുകൂടി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് മുനീസ് കമന്റ് ചെയ്തിട്ടുണ്ട്. മുനീസ് ഞാൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു ക്ലാസ്സില്. ഇല്ല, നേരത്തെ അധികം പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ പിന്നെന്താ? നന്ദിനി എന്തോട് പറയാന്ന് പറഞ്ഞല്ലോ. അതിനെ കുറിച്ച് ഒരു വിവരവും വന്നില്ല. എന്തായിരുന്നു അത്? സീക്രട്ട് ആണോ? അങ്ങനെയൊക്കെ പറഞ്ഞു പോവരുത് കേട്ടോ. ഞാൻ അതൊക്കെ ആലോചിച്ചിരിക്കും. ചുമ്മാ വെറുതെ കാര്യം പറയാൻ. ഉറപ്പാ ഇന്ന് വൈകുന്നേരം ഞാൻ മെസ്സേജ് കണ്ടിരിക്കേണ്ട മെസ്സേജ്. ഓക്കെ, ഇത് ട്യൂസ്ഡേ ഇട്ട് പോയതാണ്. എനിക്ക് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ, എനിക്ക് ആദ്യം എനിക്ക് ഭയങ്കര സമാധാനം കേടാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ എല്ലാ പോസ്റ്റും നിരത്തി മിസ്സിനെ ബാധിക്കുന്നേ അല്ല, അത് എന്റെ മാത്രം പേഴ്സണൽ ആണ്. അതുകൊണ്ട് മിസ് ഒന്നും ടെൻഷൻ അടിക്കണ്ട. അന്നത്തെ ഒരു മോട്ടിവേഷനോട് കൂടി കുറച്ച് കോൺഫിഡൻസ് വന്ന പോലെ. അപ്പൊ മിസ്സുമായിട്ട് കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്റെ കുറെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറും എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇന്ററാക്ട് ചെയ്യാന്ന് ഓർത്തു. ഞാനല്ലേ ഓവർ തിങ്കർ ആണ്. അതൊക്കെ കുറച്ച് മാറി വരുന്നേ ഉള്ളൂ. ഓവർ തിങ്കർ ആണോ? ഞാനും ഓവർ തിങ്കറാ. ഓവർ തിങ്കർ ആണ്. പക്ഷെ അത് നമുക്ക് മാത്രമാണ് കുഴപ്പമില്ല. അത് ബാക്കിയുള്ളവർക്ക് കൂടി ദോഷം ചെയ്യുമ്പോഴേ അത് മോശമല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തതോടുകൂടി കുറച്ച് മാറ്റം, ഒരുപാട് മാറ്റം, കുറച്ചല്ല കേട്ടോ, ഒരുപാട് മാറ്റം വന്ന് മിസ്സുമായിട്ട് കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്യാൻ. ഞാൻ റിലാക്സ് ആവുന്നുണ്ട്. ഞാൻ ഒത്തിരി റിലാക്സ് ആവുന്നുണ്ട്. എനിക്ക് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു കഴിവ് എനിക്ക് ഉണ്ട്. അതാണ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് മോട്ടിവേഷൻ ക്ലാസ് എടുത്താൽ മതി.
ആലോചിക്കാം കേട്ടോ. പിന്നെ പോർഷനൊക്കെ തീർക്കട്ടെ. കുറച്ച് മോട്ടിവേഷൻ ആവശ്യം നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അന്നത്തെ ക്ലാസ്സിന് ശേഷല്ലേ എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. ഞാൻ ഇരിക്കായിരുന്നേ. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് ഇല്ലാതെ തന്നെ നമ്മളെ കുറ്റം പറയണവരുണ്ടാവല്ലോ. നമ്മളൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങി. എനിക്ക് ആ ഒരു ധൈര്യം മിസ്സാണ് അന്ന് തന്നത്. നമ്മൾ പ്രതികരിക്കണം. നമുക്ക് നാട്ടിൽ ഓൾറെഡി നമുക്ക് ബുദ്ധിബോധമുണ്ട്, ക്വാളിഫൈഡ് ആണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. ഇന്നലെ അതുകൊണ്ട് വിറ്റായിരുന്നു. ഇന്നലെ എക്സാം എഴുതാൻ വരുന്നതിന് തൊട്ട് മുന്നായിട്ട് ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ആയിരുന്നു വന്നായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ താഴ്ന്നു കൊടുക്കണം പറഞ്ഞു. ഞാൻ നല്ല ചീത്ത പറഞ്ഞു. അതിൽ പിന്നെ ആളിങ്ങോട്ട് താഴ്ന്നു വന്നു. എന്നോട് മിണ്ടൂല പറഞ്ഞായിരുന്നു. പറയേണ്ട കാര്യങ്ങള് അപ്പൊ തന്നെ പറയാം. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാം, ഒരു കുഴപ്പമില്ല. ആരോടും പറയാം, ഒരു പ്രശ്നമല്ല. അത് സമയത്ത് പറഞ്ഞാൽ മതി. അത് നമ്മളുണ്ടല്ലോ, നമ്മൾ ആരുടെയും വലിയവൻ ചെറിയവനൊന്നും ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ രീതിയിൽ നിന്നിട്ട് പറയേണ്ട കാര്യങ്ങൾ മാന്യമായിട്ട് ആരോട് വേണമെങ്കിലും പറഞ്ഞോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെല്ലാരും ബോൾഡായിട്ട് ജീവിക്കാൻ പാടില്ല. നമുക്കൊക്കെ എന്തിനാണ് എല്ലാം താഴ്ന്നു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. ഞാൻ ആരുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണ്ടായാലും ഞാൻ പറയും. അത് ആരാണെങ്കിലും ഞാൻ പറയും. ഞാൻ അങ്ങനത്തെ ആളാണ്. എനിക്ക് ഒരാളുടെ കീഴിൽ ഇങ്ങനെ സപ്രസ് ആവേണ്ട ഒരു ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ബി ഇൻഡിപെൻഡന്റ്, ബി ഇൻഡിവിജ്വൽ, ആ രീതിയിൽ പോവാ. ഇൻകം ഇല്ലാതെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആകത്തില്ല. നമ്മൾ എപ്പോഴും ഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡൻസ് ഇൻകത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുമില്ല കേട്ടോ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുവോ? നിങ്ങൾ ചുമ്മാ ഒരു പേഴ്സൺ അല്ല. നമ്മൾ ഒരുപാട് പവർഫുൾ ആണ്. നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റുന്ന അറിയോ? അത് നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങണം. ഒന്ന് പുറത്തോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിയേ, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയേ. രസാണത്. നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ ആണത്. ഇതെല്ലാം ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇപ്പൊ കാണുന്ന ഞാനേ അല്ലായിരുന്നു. പണ്ട് ഭയങ്കര ഷൈ ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എങ്ങും പോകില്ലായിരുന്നു. എനിക്ക് വീടിന് പുറത്തിറങ്ങുമെങ്കിൽ പോലും എന്റെ കൂടെ ആരെങ്കിലും വേണമായിരുന്നു. ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ. അടുത്തൊരു കടയിൽ പോകണമെങ്കിൽ പോലും എനിക്ക് ആരെങ്കിലും വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റും. അതിൽ എനിക്ക് ഭയങ്കര അഭിമാനിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടല്ലോ. കാരണം അതിൽ പിന്നെയാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത്. നമ്മൾ ഒരുപാട് പേര് മീറ്റ് ചെയ്യുന്നു, മിങ്കിൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു, ഒരുപാട് ചേഞ്ചസ് വരുന്നു. അങ്ങനെ മാറുന്നതാണ്. ആ മാറ്റം നമുക്ക് അനിവാര്യമാണ്. ഓക്കെ, അത് നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ മാറണം. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വരണം. ഇതാണ് വേണ്ടത്. നിങ്ങൾ നിൽക്കുന്ന എല്ലാവരും കംഫർട്ട് സോണിൽ അവിടെ നിന്ന് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, അതൊക്കെ ഞാൻ പറയും. സമയമില്ല എനിക്ക്. വേറെ ക്ലാസ് ഉണ്ടായിപ്പോയി. കുറച്ചും കൂടെ സംസാരിക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഓപ്ഷനൊക്കെ എടുക്കുന്നുണ്ട്, അതുകൂടെ സംസാരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ ഇനി നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ ഇനി ചിലപ്പോ മ്യൂട്ട് ചെയ്യും. ചുമ്മാ ഞാൻ തമാശക്ക് അറിയുന്നാണ്ട് ഇതൊക്കെ. എന്നാൽ ഇത്രയൊന്നും ഇല്ലെങ്കിലും ക്ലാസ് കേൾക്കാം. ഓക്കെ, അപ്പൊ ശരി. സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ. താങ്ക് യു ഓൾ. Thank you, ma'am.